അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട സംവാദത്തെക്കുറിച്ചിട്ടാണ്. അതിന് നമുക്കൊരു നിബന്ധന ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ നിബന്ധന എന്താണെന്നും അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിബന്ധന വെക്കേണ്ടി വരുന്നതെന്നും വിശദീകരിക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഈ സംവാദവുമായി ബന്ധപ്പെട്ട് അനിൽ കൊടുത്തോട്ടവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒരു ഫോർമാറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, സാധാരണയായിട്ട് ക്രൈസ്തവർ പറയുക യേശുവിൻ്റെ ധാർമ്മികതയും പ്രവാചകൻ്റെ ധാർമ്മികതയും ചർച്ച ചെയ്യാം എന്ന് പറയുന്ന ഒരു ഉഷാറുണ്ടായിരുന്നു പണ്ട്. എന്നാൽ ഇപ്പോൾ ഇവർ ഈ സംവാദത്തിനിട്ടിരിക്കുന്ന ടോപ്പിക്കുകളിലൊന്നും അത് കാണുന്നില്ല. യേശുവിൻ്റെ ധാർമ്മികതയും പ്രവാചകൻ്റെ ധാർമ്മികതയും ചർച്ച ചെയ്യാം എന്ന് പറയുന്ന ഒരു ആത്മധൈര്യം കാണാതെ യേശുവിനെ ഈ ധാർമ്മികത ചർച്ച ചെയ്യുന്ന ഭാഗത്ത് നിന്നും മാറ്റി നിർത്തിയതായിട്ട് തോന്നുന്നു. പകരം പൗലോസിനെ മുമ്പോട്ട് വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാനുള്ളൊരു കാരണം നമ്മുടെ അനിൽ കൊടുത്തോട്ടും പറയുന്നുണ്ട്. നിങ്ങളതൊന്ന് കേട്ടു. ഇപ്പോൾ പഴയ നിയമത്തിൽ കണ്ട കാര്യാദികൾക്ക്, അവിടുത്തെ ആക്ടിവിറ്റികൾക്ക് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം യഹോവ എന്ന പേരുള്ള പുത്രന് ബാധകമാണ്. ബാധകമാണ്. ആരാ പറഞ്ഞല്ലെന്ന്? അങ്ങനെയെങ്കിൽ അമാലേക്കൈസിനെ കൊല്ലുന്നതുൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ ബൈബിളിൽ ഇല്ലേ? ഇതിന് യേശുക്രിസ്തുവിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ദൈവം ഒന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് കാര്യം. മുമ്പ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ ഈ പുതിയ നിയമത്തിൽ കാണുന്ന ചില പ്രസംഗങ്ങൾ, ചില ഉപദേശങ്ങൾ, ചില തസ്കീയത്തിൻ്റെയും തർബീയത്തിൻ്റെയും സംസ്കരണത്തിൻ്റെയും ചില നല്ല വാക്കുകൾ മാത്രമുള്ള ആ ഭാഗം എടുത്തിട്ട് പ്രവാചകനുമായി താരതമ്യം ചെയ്യാം എന്ന് പറഞ്ഞു വന്നിരുന്ന ആളുകളുടെ മുമ്പിൽ ഇപ്പോൾ ഈ യേശുക്രിസ്തു എന്ന് പറയുന്നത് ധാരാളം കൊലകൾക്ക് ഉത്തരവാദിയായ, ധാരാളം കൊള്ളയ്ക്ക് ഉത്തരവാദിയായിട്ടുള്ള, ധാരാളം പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നതിൻ്റെ ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയായി ഇപ്പോൾ പരിണമിച്ചിരിക്കുകയാണ്. കാരണം യഹോവ ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ തലയിലേക്ക് വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ യേശുവിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു ചർച്ച ചെയ്യാതെ പതുക്കെ സ്കിപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ഈ മണ്ടന്മാർ ചിന്തിക്കണ്ടേ, ഈ യഹോവ എന്ന് പറയുന്ന ആൾ നല്ലതാണെങ്കിൽ മാത്രമേ ആ യഹോവ സൽഗുണ സമ്പൂർണ്ണനാണെന്ന് പറഞ്ഞാൽ യേശു നല്ലവനാവുകയുള്ളൂ. ആ യേശു നല്ലവനാണെങ്കിൽ മാത്രമേ പൗലോസും നല്ലവനാവുകയുള്ളൂ. കാരണം പൗലോസ് പ്രസംഗിച്ചത് യേശുവിനെ കുറിച്ചാവുമ്പോൾ ഇതെല്ലാവർക്കും ബാധകമാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നാളിതുവരെ പലതിനെയും കീറി മുറിച്ച് ഇവരുടെ സൗകര്യാർത്ഥം ക്രോപ്പ് ചെയ്ത് ഇവർ ഓരോ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ഇവർ പഴയ നിയമഭാഗത്തെ അങ്ങ് മാറ്റി പുതിയ നിയമം എന്ന് പറയുന്ന ചെറിയൊരു പുസ്തകം ജനങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്ത് ഇതാണ് യേശു, ഇതാണ് ക്രിസ്തു മതം, ഇതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ പണ്ട് നടന്ന എന്തോ പ്രാകൃതമായ നടപടികൾ, യഹോവ അങ്ങനെയൊക്കെ പലതും ചെയ്തിട്ടുണ്ടാകും, പക്ഷേ യേശു നല്ലവനാണ് എന്ന് പറയുന്ന വളരെ തെറ്റായ രൂപത്തിലുള്ള അധ്യാപനമാണ് ജനങ്ങളുടെ ഇടയിൽ ഇവർ നടത്തിയിരുന്നത്. അങ്ങനെയാണ് ഇവർ വ്യാപകമായി ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ കൺവേർട്ട് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. കാരണം അവരുടെ അടുക്കലെല്ലാം ഈ പുതിയ നിയമം കൊണ്ട് കൊടുത്തിട്ട് ഒരു മെൻറ്ററിങ് പോലെ കുറേ ഉപദേശങ്ങൾ മാത്രം നടത്തുമ്പോൾ എന്തെങ്കിലും ഭൗതിക പ്രശ്നങ്ങൾ അകപ്പെട്ട് നിൽക്കുന്ന പാവങ്ങളായിട്ടുള്ള ഈ ആളുകൾ യേശുവിൻ്റെ ഉപദേശമൊക്കെ കേൾക്കുമ്പോൾ അതിനകത്തൊരു ആശ്വാസം കണ്ടെത്തുകയും അവനെ വിളിച്ചുകൊണ്ട് ചർച്ചിൽ കൊണ്ടുപോവുകയും അവനെ പിറ്റേ ദിവസം വെള്ളത്തിൽ മുക്കുകയും അങ്ങനെ അവനെ ഒരു ക്രിസ്ത്യാനിയായി മാറ്റുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് നടന്നു പോയിരുന്നതെങ്കിൽ ഇനി ആ പരിപാടി ഒന്നും നടക്കുകയില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം. കാരണം ഇവരുടെ യഹോവ എന്ന് പറയുന്നത് ഇവർക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ആളല്ല. നേരെ മറിച്ച് യഹോവ എന്ന് പറഞ്ഞത് ഇവരുടെ യേശു തന്നെയാണെന്ന് ഇവർ വാദിക്കുന്നത് കൊണ്ട് യഹോവ ചെയ്ത മുഴുവൻ കാര്യങ്ങൾക്കും യേശുവിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് ഇവർ ഗത്യന്തരമില്ലാതെ ഇവർ അംഗീകരിച്ചിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർ എസൻസിൻ്റെ വേദിയിൽ പോവും. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ കാര്യങ്ങൾ അറിയാത്ത ആളുകളുടെ അടുക്കൽ പോയി അനിൽ കൊടുത്തോട്ടം വലിയ ആത്മവിശ്വാസമൊക്കെ കാണിക്കുന്നത് അവർക്ക് ഈ യേശു യഹോവയും ഒരാളാണെങ്കിൽ യഹോവ ചെയ്ത മുഴുവൻ യേശുവിൻ്റെ തലയിൽ വരും എന്ന മട്ടിൽ അതേ രൂപത്തിലൊരു വിമർശനം നടത്താൻ അവർക്ക് കഴിയില്ല എന്നതുകൊണ്ടാണ് കൊടുത്തോട്ടം അവിടെ പോയി ചിരിച്ച് നിൽക്കുന്നത്. നേരെ മറിച്ച് അവരും ഇത് എന്ന് മനസ്സിലാക്കുന്നുവോ അന്ന് ഈ സംവാദക്കൊതി ഈ പറയുന്ന ആളുകൾക്കൊക്കെ തീർന്നു പോകും. അതുകൊണ്ട് തന്നെ ഈ സംവാദവുമായി ബന്ധപ്പെട്ട് എനിക്കുള്ള ഏക നിബന്ധന എന്ന് പറയുന്നത് ഈ സംവാദത്തിന് ശേഷം എനിക്കെതിരെ കേസോ കൂട്ടമോ ഒന്നും വരാത്ത രൂപത്തിൽ അതിന് ഒരു അനുകൂലമായ ഒരു സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കണം. അതിന് ആദ്യമായി നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, നിങ്ങൾ ഈ വിഷയത്തിൽ എൻ്റെ അടുക്കൽ വേറെ ഗൂഢലക്ഷ്യങ്ങളോടല്ല സമീപിക്കുന്നതെങ്കിൽ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് കൊടുത്തിരിക്കുന്ന ഹാരിസ് മദനിക്ക് എതിരായിട്ടുള്ള കേസ് നിങ്ങൾ പിൻവലിക്കുക.
അല്ല എങ്കിൽ നിങ്ങൾ പറയണം ഹാരിസ് മദനിയുടെ സംസാരത്തിൽ ഏത് വാക്കുകളാണ് നിങ്ങളുടെ ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ യഹോവ ചെയ്യാത്ത ഏത് കാര്യമാണ് യേശുവിലേക്ക് ചേർത്ത് പറഞ്ഞത്. കാരണം കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ കേസ് നടക്കുകയും കോടതി ഇവരോട് ചോദിച്ചിരുന്നു, ഈ കാസയുടെ ആളുകളോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ഈ കേസ് കോംപ്രമൈസ് ചെയ്ത് വിട്ടുകൂടെ എന്ന്. അപ്പോഴും ഈ കാസയുടെ കെവിൻ പീറ്റർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഞങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല, ഈ കേസ് മുന്നോട്ട് പോകണമെന്നാണ്. അപ്പോൾ യഹോവ ചെയ്ത കാര്യങ്ങൾ യേശു ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കുകയും നിങ്ങൾ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങളുമായിട്ട് ഞങ്ങൾ എങ്ങനെ സംവദിക്കുക? ഹാരിസ് മദനിയുടെ കാര്യത്തിൽ ഈ പ്രസംഗം വെളിയിലോട്ട് വന്നപ്പോൾ നമ്മുടെ മറുനാടൻ ഷാജൻ സ്കറിയയുടെ വാക്കുകൾ എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയുടെ തലക്കെട്ട് എന്തായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ പന്ന റാസ്കലിനെ കയ്യാമം വെക്കാനാവില്ലെങ്കിൽ ഇറങ്ങിപ്പോടോ വിജയ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയുകയാണ്, ഈ പന്ന റാസ്കലിനെ എന്ന് വെച്ചാൽ ഹാരിസ് മദനിയെ കയ്യാമം വെക്കാനാവില്ലെങ്കിൽ ഇറങ്ങിപ്പോടാ വിജയ. ഹാരിസ് മദനി എന്തേ ചെയ്തുള്ളൂ? യഹോവ ചെയ്ത കാര്യങ്ങൾ യേശു ചെയ്തു എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നും കൊടുത്തില്ല. കാരണം ഹാരിസ് മദനി വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളെല്ലാം ബൈബിൾ പഠിച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഈ തൃത്വമൊക്കെ ഇവർ അംഗീകരിക്കുന്നുണ്ട്, യഹോവ ചെയ്തതൊക്കെ യേശു ചെയ്തു എന്ന് അവർക്ക് മനസ്സിലാവും, അതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഹാരിസ് മദനി പറഞ്ഞതാണ്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞതോടുകൂടി കേരളം മുഴുവൻ ഇദ്ദേഹത്തിനെതിരെ വലിയ പ്രശ്നം ഉണ്ടാക്കി. എന്ന് മാത്രമല്ല മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും ഹാരിസ് മദനിക്ക് എതിരായിട്ട് പറയുന്ന സാഹചര്യം വന്നു. കാരണം അവർ കേട്ടപ്പോൾ യേശുവിനെതിരായിട്ട് ഇത്രയും വലിയ വിമർശനമൊക്കെ ഈ ഒരു ഹാരിസ് മദനി എന്തിനു നടത്തിയെന്നാണ് അവർ ചിന്തിച്ചത്. അപ്പോൾ ഈ ഹാരിസ് മദനി പറഞ്ഞതിൻ്റെ 100 ഇരട്ടി വിഷയവുമായിട്ട് ഞാൻ ഈ അനിലുമായിട്ടൊരു സംവാദം നടത്തിയാൽ ഈ പന്ന റാസ്കൽ എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ ആയിരിക്കത്തില്ല ഈ മറുനാടൻ ഷാജനൊക്കെ വീഡിയോ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് 2020 മെയ് 7 ക്രിസ്ത്യൻ ലീഗ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലെ പേജിൽ നിന്നുകൊണ്ട് അവർ ചോദിക്കുകയാണ്, ഇവനെതിരെ മതനിന്ദയ്ക്ക് കേരള പോലീസിലെ ജിഹാദികൾ കേസെടുക്കുന്നില്ലേ? ഹാരിസ് മദനിയെ പോലെ ഇങ്ങനെ വിളിച്ചു കൂവിയിട്ട് കാര്യമില്ല, തെളിവ് വേണം, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ഇല്ലാത്തത് പലതും വിളിച്ചു കൂവുന്നത് കൊണ്ടാണ് ഉള്ളത് പലതും ചീഞ്ഞു നാറുന്നത്, സ്വയം വരുത്തി വെച്ച വിന എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഭയങ്കരമായിട്ട് പ്രക്ഷുബ്ധരാവുകയാണ്. സാധാരണ പ്രവാചകനെ വിമർശിക്കാൻ ഭയങ്കര ഊക്കാണെങ്കിലും തിരിച്ച് നമ്മളൊന്ന് വിമർശിച്ചാൽ അങ്ങ് തകർന്ന് തരിപ്പണമായി, ദണ്ണമായി, കേസായി, പ്രശ്നമായി. അങ്ങനെയാണ് ഇവരുടെ ഒരു പരിപാടി. അതെപ്പോഴും അങ്ങനെയാണ്. വലിയ വിമർശകരെ സംബന്ധിച്ചോളം തിരിച്ചൊന്ന് വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് തകർന്നങ്ങ് തരിപ്പണമാവും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ അനിൽ കൊടുത്തോട്ടത്തെ പോലെയുള്ള മിഷണറികൾ ആരും തന്നെ ഈ തിയോളജിയുടെ അടിസ്ഥാനത്തിൽ യഹോവ ചെയ്തതൊക്കെ യേശു ചെയ്തു എന്ന് പറയാം, അതൊക്കെ ബൈബിളിലുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെതിരെ കേസ് കൊടുക്കേണ്ടതില്ല എന്നൊന്നും ഇവന്മാർ പറയില്ല. ഇവർ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പുറകിൽ നിന്ന് ഇളക്കി വിട്ട് അവരെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ഈ വിമർശനം നടത്തിയ ആളുകളെ അവരുടെ വാ മൂടിക്കെട്ടാനുള്ള പണികൾ ഈ ആളുകൾ എടുക്കും. കാരണം ഇവിടെ കേസ് കൊടുത്തത് ഈ അനിൽ കൊടുത്തോട്ടത്തിൻ്റെ കൂടെയും സെബാസ്റ്റിൻ്റെ കൂടെയും വലതുവശത്തിരുന്ന് അവരുടെ പരിപാടികൾക്ക് മോഡറേറ്ററായിട്ട് ഇരിക്കുന്ന കെവിൻ പീറ്ററാണ് ഈ കേസ് കൊടുത്തത്. ഈ ഹാരിസ് മദനിയുടെ പ്രസംഗം കേട്ടിട്ട് ഏത് കാര്യമാണ് അദ്ദേഹം യഹോവ ചെയ്യാത്ത കാര്യം പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്കൊന്ന് പറയാമോ? ഇവിടെ കാസയുടെ തന്നെ പോസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. യേശുക്രിസ്തുവിനെ യൂട്യൂബ് വീഡിയോയിലൂടെ അവഹേളിച്ച ഹാരിസ് മദനി ഉസ്താദിനെതിരെ കാസ നൽകിയ പരാതിയിന്മേലുള്ള കേസിൻ്റെ വിസ്താരം മാറ്റിവെച്ചു. വലിയൊരു ഹെഡിങ് ഒക്കെ കൊടുത്ത് വലിയ പോസ്റ്ററൊക്കെ തയ്യാറാക്കിയിട്ട് കാസ ഇട്ടിരിക്കുന്നതാണ്. അതെന്നാ ഇട്ടേക്കുന്നത്? അത് ഈ വർഷം ജൂലൈ 2 ഇവർ ഇട്ടിരിക്കുന്നതാണ്. യൂട്യൂബ് വീഡിയോയിലൂടെ കർത്താവായ യേശുക്രിസ്തുവിനെതിരെ ശ്രീ ഹാരിസ് മദനി നടത്തിയ നിന്ദ്യമായ പരാമർശങ്ങൾക്കെതിരെ കാസ നൽകിയ പരാതിയിന്മേലുള്ള കേസിൻ്റെ വിസ്താരം മാറ്റിവെച്ചു. ഇസ്ലാമിക പണ്ഡിതനും തിരുവനന്തപുരം മുസ്ലിം ജമാഅത്ത് മുഖ്യ ഇമാമുമായിരുന്ന ശ്രീ ഹാരിസ് മദനി തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ 2020 മെയ് മാസം പുറത്തിറക്കിയ വീഡിയോയിൽ അടിസ്ഥാനരഹിതവും നിന്ദ്യമൊന്നായിരിക്കും, എഴുതിയാലേ തെറ്റായിരിക്കും, നിരവധി പരാമർശങ്ങളാണ് കർത്താവായ യേശുക്രിസ്തുവിനെതിരെ നടത്തിയത്. ഈ പരാമർശങ്ങൾ മതവികാരങ്ങൾ വ്രണപ്പെടുത്തുന്നതും മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിൽ മതസ്പർദ്ധയ്ക്കും കലാപത്തിനും കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടി 13/5/2020 കാസയുടെ സംസ്ഥാന അധ്യക്ഷൻ കെവിൻ പീറ്റർ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ 153A നിയമപ്രകാരം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ പരാതിയിന്മേൽ FIR ഇട്ട് കേസെടുക്കുകയായിരുന്നു. തുടർന്ന് ഹാരിസ് മദനി ജാമ്യം നേടിയിരുന്നു. ഈ കെവിൻ പീറ്റർ ആരാ? ഈ സെബാസ്റ്റ്യൻ്റെ കൂടെയും അനിലിൻ്റെ കൂടെയും ഒക്കെ ക്ലബ് ഹൗസിലിരുന്ന് 24 മണിക്കൂറും ഈ വൃത്തികേട് അവൻ പറയുകയാണ് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിൽ മതസ്പർദ്ധയ്ക്കും കലാപത്തിനും ഹാരിസ് മദനിയുടെ പ്രസംഗം കാരണമാവുമെന്ന്. ഇവൻ്റെ ജീവിതം മുഴുവനും ഇത് തന്നെ ഇവൻ ചെയ്യുന്നത്. അവനാണ് കൊണ്ടുവന്നിട്ട് കേസ് കൊടുക്കുക. എന്നിട്ട് അനിൽ കൊടുത്തോട്ടം തടഞ്ഞോ?
ഇന്ന് വിസ്താരം ആരംഭിച്ച കേസിനായി പ്രതിയായ ശ്രീ ഹാരിസ് മദനി, ഹർജിക്കാരനായ കാസയുടെ സംസ്ഥാന അധ്യക്ഷൻ കെവിൻ പീറ്റർ, സാക്ഷികളായിട്ടുള്ള കാസ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജെൻസൺ ആന്റണി, കാസയുടെ മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് സാംസൺ സെബാസ്റ്റ്യൻ എന്നിവർ എറണാകുളം CJM കോടതിയിൽ എത്തിയിരുന്നു. കേസ് ഒക്ടോബർ 10 മാറ്റിവെച്ചു. ഇനി ഒക്ടോബർ 10 വീണ്ടും എന്ത് ചെയ്യണം? ഹാരിസ് മദനി പോകണം. ഇത് 2020 കൊടുത്ത കേസാണ്. 2024 കേസ് തീർന്നിട്ടില്ല. ഈ ചതിയന്മാരാണ് എന്നെ സംവാദത്തിന് വിളിക്കുന്നത്. ഇവരുടെ കുരുക്ക് നമുക്കറിയില്ലേ? ഞാൻ ഏതാണ്ട് 200-ലധികം വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലോട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ശൈലിയും അതേപോലെ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷകളും അതേപോലെ ഞാൻ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളും ശ്രദ്ധിച്ചാൽ അറിയാം, അതൊന്നും തന്നെ ഒരു പരമത വിദ്വേഷത്തിന് വേണ്ടിയുള്ളതല്ല. നേരെ മറിച്ച് അക്കാഡമിക്കായിട്ട് അതിൻ്റെ കൃത്യമായ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയാണ് അവതരിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഇവരെ പോലുള്ള ആളുകൾ വളരെ നീചവും നിന്ദ്യവുമായ പദങ്ങൾ ഉപയോഗിച്ച് പറയുമെങ്കിലും തിരിച്ച് നമ്മളൊന്ന് പറയാൻ തുടങ്ങിയാൽ ഇവരുടെ വികാരങ്ങൾ വ്രണപ്പെട്ട് അപ്പോൾ തന്നെ ഇവർ മറ്റൊരു ടീമിനെ അയച്ച് കേസിൽ കൊടുക്കുന്ന പരിപാടികൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സംവാദം ഈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നടത്തണമെങ്കിൽ ആദ്യമായിട്ട് ഈ ഹാരിസ് മദനിയുടെ കേസ് നിങ്ങൾ എന്തിനു കൊടുത്തു എന്നൊന്ന് പറഞ്ഞ് അതിന് ഈ പറയപ്പെട്ട വേറെ കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ കേസ് ആദ്യം നിങ്ങൾ പിൻവലിച്ച് നിങ്ങൾ പൊതുസമൂഹത്തിനോട് ക്ഷമയും പറഞ്ഞ് ഹാരിസ് മദനിക്കുണ്ടായ കോടതി ചെലവ് നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുക. രണ്ടാമത്, നിങ്ങൾ നബിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്ന വിമർശനം, ആ വിമർശനത്തിൻ്റെ അതേ വാക്കുകൾ ഞാൻ ഒരേ കാരണത്തിൽ, അഥവാ യേശു ക്രിസ്തു കൊല ചെയ്യിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിൽ പങ്കെടുത്തു, ഒരേ കാര്യത്തിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ കടുത്ത വാക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വാക്ക് തന്നെ ഞാൻ ആ സംവാദത്തിൽ യേശുവിനെതിരായിട്ട് ഉപയോഗിക്കും. ഇനി വിവാഹത്തിൻ്റെ വിഷയത്തിൽ പ്രവാചകന് ബഹുഭാരിത്വം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കോൺകുബൈൻ ഉണ്ടായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മോശം പദങ്ങൾ ഉപയോഗിച്ച് അതിനെ വ്യഭിചാരമായി നിങ്ങൾ ചിത്രീകരിച്ചാൽ സ്വാഭാവികമായും ഇതേ കാര്യമുള്ള ദാവീദിന് ഞാൻ അവൻ്റെ യജമാനൻ്റെ ഭവനത്തെയും അവൻ്റെ ഭാര്യമാരെയും അവൻ്റെ മാറിടത്തിലേക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇത് വ്യഭിചാരമാണെങ്കിൽ അവിടേക്ക് സ്ത്രീകളെ കൊടുത്തത് അതും വിമർശന വിധേയമാക്കേണ്ടി വരും. നിങ്ങളിവിടെ ഉപയോഗിച്ച പദത്തിന് തത്തുല്യമായ പദം ഞാനിവിടെ ഉപയോഗിക്കും. അതൊന്നും യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങൾ നടത്തുന്ന വിമർശനം ന്യായമായതുകൊണ്ട് അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈസൈ ഞങ്ങൾക്കെതിരെ പറയുന്നത് ഞങ്ങളും ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞ് കാസയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും KCBCയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും, കാരണം ഫാദർ ആൻ്റണി തറയക്കടവിൽ അച്ഛനൊക്കെയാണ് അള്ളാഹുവിനെക്കുറിച്ച് പിശാച് എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നടത്തിയത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്തു, അതേപോലെ തന്നെ കൊള്ള മുതൽ പിടിച്ചു എന്ന് പറയുന്ന വിഷയത്തിലാണ്. സമാന കാര്യങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചിട്ട് ഞാൻ യേശുവിനെക്കുറിച്ച് ആ പദപ്രയോഗം നടത്തിയാൽ എനിക്കെതിരെ കേസ് കൊടുക്കേണ്ടതില്ല. കാരണം ഞങ്ങൾ ഉപയോഗിച്ച അതേ മാന്യമായ ഭാഷയിലാണ് ഈസ പ്രതികരിച്ചിട്ടുള്ളൂ. അങ്ങോട്ട് പറഞ്ഞ കാര്യം അതേ കാരണത്തിന് ഇങ്ങോട്ടും പറഞ്ഞതിൽ കുഴപ്പമില്ല എന്ന് നിങ്ങൾ എഴുതി തരേണ്ടി വരും. അത് കാസയും എനിക്ക് എഴുതി തരണം, KCBCയും എനിക്ക് എഴുതി തരണം. ഇതൊരു ഔദ്യോഗിക പ്രസ്താവനയായിട്ട് നിങ്ങൾ പുറത്തുവിടുകയും ചെയ്യണം. ഇങ്ങനെ ഈ നടപടികൾ നിങ്ങൾ പൂർത്തീകരിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം കേസുകളൊന്നും വരികയില്ല എന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയാൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വെച്ച്, അത് മെറൈൻ ഡ്രൈവിലോ ഇനിയല്ല നിങ്ങളുടെ ഏതെങ്കിലും അരമനയിലോ ഇനി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വത്തിക്കാനിലോ വന്ന് ഈ വിഷയത്തിൽ ആരോടും സംവദിക്കാനും, ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ മതി, നിങ്ങൾ ക്രൈസ്തവരായിട്ടുള്ള മുഴുവൻ മിഷണറികളും ഈ പറഞ്ഞ ക്രിസംഗികളും ഒരു ഭാഗത്ത് നിന്നോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിഷയാവതരണം കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒന്നും പറയാനുണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു വിഷയാവതരണം ഞാൻ നടത്തിക്കഴിഞ്ഞാൽ ലോകത്ത് നിങ്ങൾ ഏറ്റവും ക്രൂരനായി കാണുന്ന ഹിറ്റ്ലർ ആണെങ്കിൽ ആ ഹിറ്റ്ലറും യേശുവും ഇവർ രണ്ടിൽ ആരാണ് ധാർമ്മികമായി നല്ലത് അല്ലെങ്കിൽ ആരാണ് ഏറ്റവും ക്രൂരൻ എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം വളരെ കൃത്യമായിട്ട് കിട്ടും. അതേപോലെ ഏറ്റവും അധികം ആളുകളെ കൊന്ന പോൾ പോട്ടാണോ അതല്ല യേശു ആണോ എന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരം കിട്ടും. ഇനി പാസ്റ്റർ അനിൽ വിവാഹ വിഷയത്തിൽ പറയുന്ന ഈ ക്രിമിനലുകളായിട്ടുള്ള ആളുകളുടെ പേര് വെച്ചിട്ട് ആ ആളുകളാണോ യേശു ആണോ നല്ലത് എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. ഇനി യേശു ആണോ നമ്മുടെ കൊടിത്തോട്ടമാണോ നല്ലത് എന്ന് ചോദിച്ചാൽ യേശുവിനെ അപേക്ഷിച്ച് വളരെയധികം ഉത്തമനാണ് കൊടിത്തോട്ടം എന്ന് പറയേണ്ടി വരും. കാരണം ഈ മിഷണറിമാരുടെ ഈ അല്പജ്ഞാനം വെച്ചുകൊണ്ട് ഇതിനെ വിലയിരുത്തിയാൽ യേശു ക്രിസ്തു കൊന്നിട്ടുണ്ട്, കൊള്ളയടിച്ചിട്ടുണ്ട്, പക്ഷെ കൊടിത്തോട്ടം കൊന്നിട്ടില്ല, കൊള്ളയടിച്ചിട്ടില്ല. യേശു ക്രിസ്തു ബഹുഭാരിത്വം അനുവദിച്ചിട്ടുണ്ട്, കൊടിത്തോട്ടം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. യേശു ക്രിസ്തു വെപ്പാട്ടികളെ കൊടുത്തിട്ടുണ്ട്, നേരെ മറിച്ച് കൊടിത്തോട്ടം കൊടുത്തിട്ടില്ല. ഇങ്ങനെ തുടങ്ങി ഉപരിപ്ലവമായ നിലയിൽ നിന്നുകൊണ്ട് പൊട്ടത്തരം പറയാൻ വേണ്ടിയാണെങ്കിൽ നമ്മുടെ കൊടിത്തോട്ടം യേശുവിനേക്കാൾ എത്രയോ ഫാർ ബെറ്ററാണ്, നമ്മുടെ സിജോ എത്രയോ ഫാർ ബെറ്ററാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഈ ചോദിക്കുന്ന ഇതേ ചോദ്യം ഞങ്ങൾ തിരിച്ചു ചോദിച്ചുകൊണ്ട് നിങ്ങളൊക്കെ എന്തിനാണ് ഈ യേശുവിനെ പിൻപറ്റുന്നത് എന്നുള്ളൊരു ചോദ്യം ഞങ്ങൾക്കും ചോദിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല. പക്ഷേ ആകെയുള്ള പ്രശ്നം
നിങ്ങളുടെ ആളുകൾക്ക് ഇങ്ങനെ തിരിച്ച് വിമർശനം വരുമെന്ന് അറിയാത്തത് കൊണ്ട് അവർ ഈ പാവങ്ങൾ അവിടെ വന്നിരിക്കുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പ്രക്ഷുബ്ധരാവുകയും ഞങ്ങൾക്കെതിരെ പ്രശ്നമുണ്ടാവുകയൊക്കെ ചെയ്യും. അത് നിങ്ങളൊന്ന് ഒഴിവാക്കി തരണം. അതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഹാരിസ് മദനിയുടെ ആ വിവാദമായ പ്രസംഗത്തിലെ ആ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. യുദ്ധത്തിൽ പരാജയപ്പെട്ട് അടിമകളാക്കപ്പെട്ട പുരുഷന്മാരെയും സ്ത്രീകളെയും കൂട്ടമായി കൊന്നൊടുക്കി അവരുടെ കന്യകകളെ വീതിച്ചെടുത്ത ആളാണ് നിങ്ങളുടെ വിശ്വാസ പ്രകാരം ബൈബിളിലുള്ള യേശു. ഞാൻ പറയുന്നത് നല്ലതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ബൈബിളിൽ നിങ്ങളുടെ വിശ്വാസ പ്രകാരം, നിങ്ങളുടെ വിശ്വാസ പ്രകാരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തിൽ യേശുവും യഹോവയും ഒരാൾ തന്നെയാണ്. യേശുവാണ് യഹോവ, യഹോവയാണ് യേശു. എന്തായാലും ഞാൻ ഈ പറഞ്ഞ വചനം സംഖ്യാപുസ്തകം 31-ാം അധ്യായം 7-ാമത്തെ വചനം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ മിദ്യാന്യരോട് യുദ്ധം ചെയ്ത് ആണുങ്ങളെ ഒക്കെയും കൊന്നു. 9-ാമത്തെ വചനം, ഇസ്രയേൽ മക്കൾ മിദ്യാന്യ സ്ത്രീകളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ബന്ധരാക്കി അവരുടെ സകല വാഹന മൃഗങ്ങളെയും ആടുമാടുകളെയും അവരുടെ സമ്പത്തൊക്കെയും കൊള്ളയടിച്ചു. 10-ാമത്തെ വചനം, അവർ പാർത്തിരുന്ന എല്ലാ പട്ടണങ്ങളും എല്ലാ പാളയങ്ങളും തീയിട്ടു ചുട്ടുകളഞ്ഞു. 11, അവർ എല്ലാ കൊള്ളയും മനുഷ്യരും മൃഗങ്ങളുമായുള്ള അപഹൃതമൊക്കെയും എടുത്തു. 12, ബദ്ധന്മാരെ അപഹൃതത്തോടും കൊള്ളയോടും കൂടെ യെരിഹോവിന്റെ സമീപത്ത് യോർദാനിനരികെയുള്ള മോവാബ് സമഭൂമിയിൽ പാളയത്തിലേക്ക് മോശയുടെയും പുരോഹിതനായ എലയാസാരിന്റെയും ഇസ്രയേൽ സഭയുടെയും അടുക്കൽ കൊണ്ടുവന്നു. 13, മോശയും പുരോഹിതൻ എലയാസാരും സഭയുടെ സകല പ്രഭുക്കന്മാരും പാളയത്തിനു പുറത്ത് അവരെ എതിരേറ്റു ചെന്നു. 14, എന്നാൽ മോശെ യുദ്ധത്തിൽ നിന്ന് വന്നിട്ടുള്ള സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരുമായ സൈന്യനായകന്മാരോട് കോപിച്ചു പറഞ്ഞതെന്തെന്നാൽ 15, നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നു. 16, ഇവരത്രേ പെരിയോറിന്റെ സംഗതിയിൽ ബിലയോമിന്റെ ഉപദേശത്താൽ ഇസ്രയേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാക്കുവാനും ഹേതുവായത്. 17, ആകയാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളിലുള്ള ആണിനെയൊക്കെയും പുരുഷനോട് കൂടെ ശയിച്ചിട്ടുള്ള സകല സ്ത്രീകളെയും കൊന്നുകളയുവിൻ. 18, പുരുഷനോടുകൂടെ ശയിക്കാത്ത പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ വെച്ചുകൊള്ളുവിൻ. അങ്ങനെ പറഞ്ഞു പോവുകയാണ് സംഖ്യാപുസ്തകം 31-ാമത്തെ അധ്യായം. ഇത് യഹോവയുടെ കൽപ്പന പ്രകാരമാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. യഹോവ ആരാണ്? നിങ്ങളുടെ യേശുവാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ പ്രസംഗിക്കുന്നു. ഞാനാണോ വർഗീയവാദി? ഇവിടെ ഹാരിസ് മദനി അവിടെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ അപ്പുറം കൂടെ പറയും. കാരണം ആ വാക്യങ്ങളുടെ തുടർച്ചയിൽ ഇങ്ങനെ കാണാം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും എലയാസറും ചെയ്തു. യോദ്ധാക്കൾ കൈവശമാക്കിയതിന് പുറമെയുള്ള കൊള്ള 6,75,000 ആട്, 70,000 മാട്, 61,000 കഴുത, പുരുഷനോടുകൂടെ ശയിക്കാത്ത പെണ്ണുങ്ങൾ എല്ലാം കൂടി 30,000 എന്ന് വെച്ചാൽ 32,000 പേര്. യുദ്ധത്തിന് പോയവരുടെ ഓഹരിക്കുള്ള പാതിയിൽ ആട് 3,37,500, ആടിൽ യഹോവയ്ക്കുള്ള ഓഹരി 675, കന്നുകാലി 36,000, അതിൽ യഹോവയ്ക്കുള്ള ഓഹരി 72, കഴുത 30,500, അതിൽ യഹോവയ്ക്കുള്ള ഓഹരി 61, ആൾ 16,000. അവിടെ കന്യകമാരായിട്ടുള്ള സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, കൊച്ചു കുട്ടികൾ മാത്രമേ ഉള്ളൂ. ആ ആളുകൾ 16,000, അവരിൽ യഹോവയ്ക്കുള്ള ഓഹരി 32. അപ്പോൾ നേരത്തെ 32,000 യോദ്ധാക്കൾക്ക് കിട്ടിയത്, അല്ലാത്തവർക്ക് കിട്ടിയത് 16,000. മൊത്തം 48,000 കന്യകമാരെയാണ് ഇവിടെ പിടിച്ച് ഇവിടെ ഇസ്രയേലിയരുടെ ഇടയിൽ വീതം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 48,000 പേരെ പിടിച്ചിട്ടാണ് അവരുടെ മാതാപിതാക്കളെയും അതേപോലെ തന്നെ അവരുടെ സഹോദരങ്ങളെയും അവരുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നതിന് ശേഷം ഇവരെ ഒറ്റപ്പെടുത്തി ഈ ആളുകളെ എടുത്ത് ഇസ്രയേലിയരായിട്ടുള്ള ആളുകൾക്ക് കോൺഗുബൈനായിട്ട്, അവർക്ക് വെപ്പാട്ടികളായിട്ട് ഇവർ കൊടുക്കുകയാണ്. അവർക്ക് ആവശ്യമെങ്കിൽ വെപ്പാട്ടിയായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കാവുന്ന രൂപത്തിൽ 48,000 പേരെയാണ് കൊടുക്കുന്നത്. അതിനകത്ത് ഈ യഹോവയ്ക്കുള്ള വീതങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്. യഹോവയ്ക്കുള്ള വീതം പുരോഹിതന് കൊടുക്കുന്നുണ്ട്. പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഇവരുമായിട്ട് ബന്ധം പാടില്ല. ബാക്കിയുള്ള ഇസ്രയേലിയർക്ക് അവരെ കോൺഗുബൈൻ ആക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് ബൈബിൾ വാക്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ കോൺഗുബൈൻ ഉണ്ടായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് കൊടുത്തോട്ടം ഒരു തവണ ഒരു പ്രസംഗത്തിൽ ഗോവിന്ദചാമിയെക്കാട്ടി മോശം എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കുമ്പോൾ
ഇവിടെ ഗോവിന്ദച്ചാമി ഒരു സൗമ്യയാണ് ബുദ്ധിമുട്ടിച്ചതെങ്കിൽ അതും മാതാപിതാക്കളെ ആരെയും കൊന്നിട്ടൊന്നുമില്ല, ആ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന വലിയ ക്രൂരതയെങ്കിൽ ഇവിടെയുള്ളത് 48,000 കന്യകമാരെ, അതും അവരുടെ കുടുംബത്തെ മുഴുവൻ കൊന്നതിന് ശേഷം പിടിച്ച് കോൺഗുബൈനാക്കാൻ വേണ്ടി ഇസ്രയേലിൻ്റെ ഇടയിൽ കൊടുത്തു. ഇത് ആരുടെ ഉത്തരവാദിത്തത്തിൽ നടന്ന കാര്യമാണ്? അത് യഹോവയുടെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ മോശ ചെയ്ത കാര്യങ്ങളാണ്. ഇതിൻ്റെ പശ്ചാത്തലം ഒന്നും പഠിക്കാതെ വിഡ്ഢികളെ പോലെ നിങ്ങൾ വിമർശനം ഉന്നയിക്കുന്ന അതേ വിമർശനം ഒരു സർക്കാസ്റ്റിക് സ്റ്റൈലിൽ ഞങ്ങൾ വിമർശിച്ചാൽ ലോകത്തുള്ള ഏത് ക്രൂരന്മാരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ഈ യേശുവായിട്ട് താരതമ്യം ചെയ്താലും അവരൊക്കെ എത്രയോ യേശുവിനേക്കാൾ ഭേദമാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇസ്ലാമിനെതിരായിട്ട് നിങ്ങൾ നടത്തിയ തെറ്റായ വിമർശനം നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾ ശരിയായ രൂപത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് യഹോവയെ മനസ്സിലാകും, നിങ്ങൾക്ക് യേശുവിനെ മനസ്സിലാകും, നിങ്ങൾക്ക് മോശയെ മനസ്സിലാകും. ഇവരെയൊക്കെ മനസ്സിലായാൽ മാത്രമേ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ അതിനു പകരം ഉറക്കം നടിച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയപ്പെടുന്ന ആളുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ പ്രവാചകൻ്റെ പേരിൽ മാത്രം നിങ്ങൾ വിമർശനം ഉന്നയിച്ചാൽ ഈ കാര്യങ്ങൾ കൂടി വിശദീകരിക്കാനും അത് യേശുവിലേക്കൂടെ ചേർത്ത് ഞങ്ങൾ തിരിച്ചു പറയുമ്പോൾ നിങ്ങളുടെ ഈ വിമർശനം ക്രൈസ്തവ സമൂഹത്തിന് നിങ്ങളൊരു ഭാരമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുക. ഇനി അടുത്തത് മദനി പറയുന്നതൊന്നും കേൾക്കാം. ഇനി അടുത്തത് എന്താ? തന്നെ എതിർക്കുന്നവരെ കൊല്ലാൻ വേണ്ടി കൽപ്പന കൊടുത്ത ആളാണ് ബൈബിളിൽ കാണുന്ന യേശു. ആവർത്തന പുസ്തകം 17-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം വായിക്കൂ നിങ്ങള്. ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെയോ സൂര്യചന്ദ്രന്മാരെയോ ആകാശത്തിലെ ശേഷം സൈന്യത്തെയോ ചെന്നു സേവിച്ച് നമസ്കരിക്കുകയും ചെയ്ത പുരുഷനെയാകട്ടെ സ്ത്രീയെയാകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും 4-ാമത്തെ വചനം അതിനെക്കുറിച്ച് നിനക്ക് അറിവ് കിട്ടുകയും ചെയ്താൽ നീ നല്ലവണ്ണം ശോധന കഴിച്ച് അങ്ങനെയുള്ള മ്ലേച്ഛത ഇസ്രയേലിൽ നടന്നു എന്നുള്ളത് വാസ്തവവും കാര്യം യാഥാർത്ഥ്യവും എന്ന് കണ്ടാൽ 5-ാമത്തെ വചനം ആ ദുഷ്ടകാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയെയോ പട്ടണവാതിലിനു പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം. മറ്റ് ദൈവങ്ങളെ ആരാധിച്ചവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ബൈബിളാണ്. പഴയ നിയമം നിങ്ങൾ അംഗീകരിക്കുന്നതല്ലേ? ആ പഴയ നിയമത്തിൽ പറഞ്ഞ യഹോവ നിങ്ങളുടെ യേശുവാണെന്ന് നിങ്ങൾ ഉറക്കെ പറയുന്നവരല്ലേ? ഞാനാണോ വർഗീയവാദി? ബാക്കി കേൾക്ക്. തന്നെ എതിർക്കുന്നവരെ കൊല്ലാൻ വേണ്ടി കൽപ്പന കൊടുത്ത ആളാണ് ബൈബിളിൽ കാണുന്ന യേശു. എടുക്കൂ നിങ്ങളുടെ പഴയ നിയമം, ലേവ്യ പുസ്തകം അതിന്റെ 24-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം വായിക്കൂ നിങ്ങൾ. യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. സഭയൊക്കെയും അവനെ കല്ലെറിയണം. പരദേശിയാകട്ടെ സ്വദേശിയാകട്ടെ തിരുനാമത്തെ ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. നിങ്ങളുടെ ബൈബിളിലുള്ളതാണ്. യഹോവ ആരാണ്? യേശു ക്രിസ്തുവാണ്. ആരാ പറഞ്ഞത്? അനിൽകുമാറാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതാണ്. ഞാനാണോ വർഗീയവാദി? ലൈംഗിക ബന്ധം നടത്തിയപ്പോ ബീജം വെളിയിൽ കളഞ്ഞ ഓനാനിനോട് ദേഷ്യപ്പെട്ട് യേശു അയാളെ കൊന്നു. അനിൽകുമാറിനെ പോലെയുള്ളവരുടെ വിശ്വാസ പ്രകാരം എന്താണ് ആ വിശ്വാസം? യഹോവയാണ് യേശു, യേശുവാണ് യഹോവ. എടുക്കൂ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 38-ാമത്തെ വചനം 8-ാമത്തെ വാചകം വായിക്കൂ. അപ്പോൾ യഹൂദ ഓനാനിനോട് നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവളോട് ദേവരധർമ്മം അനുഷ്ഠിച്ച് ജ്യേഷ്ഠന്റെ പേർക്ക് സന്തതിയെ ഉളവാക്കുക എന്ന് പറഞ്ഞു. ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അടുത്ത് ചെല്ലാൻ. 9-ാമത്തെ വചനം എന്നാൽ ആ സന്തതി തന്റേതായിരിക്കയില്ല എന്ന് ഓനാൻ അറിക കൊണ്ട് ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നപ്പോൾ ജ്യേഷ്ഠന് സന്തതിയെ കൊടുക്കാതിരിക്കേണ്ടതിന് നിലത്തു വീഴ്ത്തിക്കളഞ്ഞു. 10-ാമത്തെ വചനം അവൻ ചെയ്തത് യഹോവക്ക് അനിഷ്ടമായിരുന്നത് കൊണ്ട് അവൻ ഇവനെയും മരിപ്പിച്ചു. നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ്. ഞാനാണോ വർഗീയവാദി? എന്താണ് ഈ നിലത്ത് വീഴ്ത്തി കളഞ്ഞത്? എന്താ? ബീജം ജ്യേഷ്ഠത്തിയുടെ ഉള്ളിൽ പോകാതെ എന്ത് ചെയ്തു? വെളിയിലേക്ക് കളഞ്ഞു. അതിൻ്റെ പേരിൽ യഹോവ ഈ ഓനാനെ കൊന്നു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഓനാനിസം എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു വാക്ക് തന്നെ ഫേമസ് ആണ്. ഈ ഓനാനെ കൊന്ന ഈ യഹോവ യേശുവാണെന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കേണ്ടത്. മാത്രമാണോ ദാവീദിന് ആവശ്യം പോലെ പെണ്ണുങ്ങളെ നൽകിയും വെപ്പാട്ടികളെ നൽകിയും ഇനിയും എത്ര വേണമെങ്കിലും നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് എന്തിനും തയ്യാറായി നിൽക്കുന്ന ആളാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ബൈബിള് പ്രകാരമുള്ള യേശു. മറിക്കൂ നിങ്ങള് ശമൂവേൽ 2 അതിന്റെ 12-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. നാഥൻ ദാവീദിനോട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
ഞാൻ നിന്നെ ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. 8-ാമത്തെ വചനം, ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗൃഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യയെയും തന്നു. ഇസ്രയേൽ ഗൃഹത്തെയും യഹൂദാ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നിന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. എത്ര വേണമെങ്കിലും തരുമായിരുന്നു എന്ന് അരുളി ചെയ്തത് യഹോവയാണ്. യഹോവ യേശുവാണ് നിങ്ങളുടെ വിശ്വാസത്തിൽ. അല്ലെങ്കിൽ യഹോവയും യേശുവും രണ്ടും രണ്ടാണെന്ന് പറഞ്ഞു നിങ്ങൾ, രണ്ടും ഒരാളാണെന്ന് വാദിക്കുക. ഒരാളുടെ സ്വഭാവം ഞങ്ങൾ എടുത്തു കാണിക്കുമ്പോൾ അത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ ബൈബിളിലില്ല എന്ന് പറഞ്ഞ് എന്നെ വർഗീയവാദിയാക്കുകയോ എന്നെ ജയിലിലടക്കാൻ ശ്രമിക്കുകയോ. ഇവിടെ ഉരിയാവെന്ന് പറയുന്ന ആളുടെ ഭാര്യയെ ദാവീദ് ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്, നിനക്ക് ഞാൻ ഇതിനു മുമ്പ് നിന്റെ യജമാനൻ്റെ ഭവനത്തെയും അവൻ്റെ ഭാര്യമാരെയും നിന്റെ മാറിടത്തിലേക്ക് തന്നു. അഥവാ ശൗലിൻ്റെ അധികാരവും ദാവീദിന് കൈമാറി ശൗലിൻ്റെ വെപ്പാട്ടികളായിട്ടുള്ള ആളുകളെയും ദാവീദിന് കൊടുത്തു. ദാവീദ് അവരെയൊന്നും ഉപയോഗിച്ചില്ല. രണ്ടാമത് പറഞ്ഞു, നിനക്ക് ഈ പറയപ്പെടുന്ന മറ്റ് നാടുകൾ തന്നു. കാരണം ആ നാട്ടിൽ വെച്ച് ദാവീദ് ധാരാളം ഭാര്യമാരെയും വെപ്പാട്ടികളെയും സ്വീകരിച്ചു എന്ന് ബൈബിൾ പറയുന്നു. ഇതിന് ശേഷമാണ് പറയുന്നത്, നിനക്കിതൊന്നും പോരായിരുന്നെങ്കിൽ നിനക്കിതിൽ അധികവും ഞാൻ നൽകുമായിരുന്നു. നീ എന്തിനാണ് ഈ ഉരിയാവിൻ്റെ ഭാര്യയെ ബലാത്കാരം ചെയ്യാൻ അവിഹിത ബന്ധത്തിന് നീ പോയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ യജമാനൻ്റെ ഭാര്യമാരെ കൊടുത്തത്, നിനക്ക് യഹൂദിയെയും യെരുശലേമും തന്നു, കാരണം അവിടെ വെച്ച് ധാരാളം ഭാര്യയും വെപ്പാട്ടിയും കൊടുത്തു. ഇതൊന്നും പോരായിരുന്നെങ്കിൽ നിനക്ക് ഇതിൽ അധികവും തരാമായിരുന്നു. നീ ഇതൊക്കെ അനുവദിക്കപ്പെട്ട മാർഗത്തിൽ ഇതൊക്കെ ഉണ്ടായിരിക്കെ അനുവദനീയമല്ലാത്തൊരു മാർഗത്തിൽ നീ എന്തിനാണ് പോയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ അനുവദിക്കപ്പെട്ട മാർഗമായി അവിടെ ഈ പറയപ്പെടുന്ന ഭാര്യമാരെയും കോൺകുബൈൻസിനെയും കൊടുത്തത് ഞാനാണ് എന്ന് ഈ യഹോവ അവകാശപ്പെടുമ്പോൾ, നിങ്ങൾ പ്രവാചകന്റെ കാര്യത്തിൽ പറയുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ അത് വ്യഭിചാരമാണ് എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ, സമാനമായ കാര്യമാണ് നിങ്ങൾ ദാവീദിൻ്റെ കാര്യത്തിലും കാണുന്നത്. അങ്ങനെ ദാവീദിന് വ്യഭിചാരം ചെയ്യാൻ സ്ത്രീകളെ കൊടുത്തത് ഇന്ന ആളാണ് എന്നാണ് അവകാശപ്പെടുന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ സ്വാഭാവികമായിട്ടും അവിടെ മറ്റൊരു പദം അവിടെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബഹുഭാരിത്വമുള്ളതോ അദ്ദേഹത്തിന് കോൺകുബൈൻ ഉണ്ടായിരുന്നു എന്നതോ ആ സാഹചര്യം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഉൾക്കൊള്ളുന്നതിന് യാതൊരു തടസ്സവുമില്ല, ഞങ്ങൾക്ക് അവിടെ യാതൊരു വിമർശനവുമില്ല. നേരെ മറിച്ച് ഉരിയാവിൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെയ്തത് മാത്രമേ നമുക്ക് തെറ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അത് ബൈബിൾ കഥ ഈ ദാവീദിനെ സംബന്ധിച്ച് തെറ്റായി കൊടുത്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം മഹാനായ ദാവീദ് എന്ന് പറയുന്ന പ്രവാചകൻ ഒരിക്കലും ഈ പറയപ്പെടുന്ന മോശത്തരം ചെയ്യില്ല. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ ഈ ബൈബിൾ അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾക്ക് ഈ ദാവീദിന് ബഹുഭാരിത്വവും അതേപോലെ തന്നെ അദ്ദേഹത്തിന് കോൺകുബൈൻസും ഉണ്ടായിരുന്നു എന്നത് മാത്രമല്ല, അദ്ദേഹം ഒരു അവിഹിത ഗർഭമുണ്ടാക്കിയിട്ടുണ്ട് എന്നുകൂടി വിശ്വസിക്കുന്ന നിങ്ങൾ എന്നിട്ടു പോലും ദാവീദിൻ്റെ പ്രവാചകത്വം നിങ്ങൾ നിഷേധിക്കുന്നില്ല. ഇനി ദാവീദ് പ്രവാചകനല്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസിൻ്റെ വാക്കുകൾ ഞാൻ എടുത്ത് കാണിച്ചു തരും. 2, അദ്ദേഹത്തിലൂടെ അവതീർണമായ വചനമായിക്കൊണ്ട് നിങ്ങൾ സങ്കീർത്തനത്തെയും സ്വീകരിക്കുന്നു. സങ്കീർത്തനവും ദൈവവചനമാണെന്ന് പറയുന്നു. ആ പ്രവാചകൻ ഇത്ര മോശം ചെയ്തിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വമോ അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വേദഗ്രന്ഥമോ നിങ്ങൾ നിഷേധിക്കുന്നില്ല. എന്നാൽ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങളത് ദുരാരോപണം നടത്തിക്കൊണ്ട് പ്രവാചകൻ്റെ ജീവിതത്തിൽ അതേപോലെ അവിഹിത ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് നിങ്ങൾ കിണഞ്ഞ് ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് നടക്കാതിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ പ്രവാചകൻ അതൊക്കെ ചെയ്തു എന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വവും അദ്ദേഹത്തിൻ്റെ വേദഗ്രന്ഥവും ഇന്നും അംഗീകരിക്കുകയും സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ വായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊന്നും തന്നെ ഈ സംവാദത്തിൽ വിട്ടുപോകാതെ യേശുവുമായി ബന്ധപ്പെടുത്തി എനിക്ക് അവതരിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിനു മുമ്പ് ഈ മാറ്ററൊക്കെ ഒന്ന് എഴുതി നിങ്ങൾക്ക് തന്ന്, നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ കേസ് കൊടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് പോരെ ഞാൻ സംവാദത്തിന് വരുന്നത്. ബാക്കി മദനി പറയുന്നതോടെ കേട്ടോ. കുടുംബസഹിതം മദ്യപിച്ച് ഉല്ലസിക്കാൻ പ്രേരണ നൽകുന്ന ആളാണ് നിങ്ങൾ വിശ്വസിക്കുന്ന യേശു. ആവർത്തന പുസ്തകം 14-ാമത്തെ അധ്യായം 26-ാമത്തെ വചനം, നിന്റെ ഇഷ്ടം പോലെ മാടോ ആടോ വീഞ്ഞോ മദ്യമോ ഇങ്ങനെ നീ ആഗ്രഹിക്കുന്ന ഏതിനെയും ആ പണം കൊടുത്തു വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് തിന്ന് നീയും നിന്റെ കുടുംബവും സന്തോഷിക്കണം. നിങ്ങളുടെ ബൈബിൾ ആവർത്തന പുസ്തകം കൃത്യമായി രേഖപ്പെടുത്തുന്നില്ലേ? ഈ ഉള്ളത് പറഞ്ഞ് ഞാനാണോ തെറ്റുകാരൻ?
ഞാനാണോ തെറ്റുകാരൻ? ബാക്കി കേൾക്കാം. മാത്രമല്ല, യുദ്ധത്തിൽ പിടികൂടിയ അന്യന്റെ ഭാര്യയെ അടിമയാക്കിയോ ഭാര്യയാക്കിയോ ഭോഗിക്കാമെന്ന് നിർദ്ദേശം കൊടുത്ത ആളാണ് ബൈബിളിൽ കാണുന്ന യേശു. അതേ ആവർത്തന പുസ്തകം 21 അധ്യായം 10 നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ ബദ്ധന്മാരായി പിടിക്കുകയും ചെയ്താൽ 11 ആ ബദ്ധന്മാരുടെ കൂട്ടത്തിൽ സുന്ദരിയായൊരു സ്ത്രീയെ കണ്ട് ഭാര്യയായി എടുപ്പാൻ തക്കവണ്ണം അവളോട് പ്രേമം ജനിക്കുന്നുവെങ്കിൽ 12 നീ അവളെ വീട്ടിൽ കൊണ്ടുപോകണം. അവൾ തലമുടി ചിരയ്ക്കയും നഖം മുറിക്കയും ബദ്ധവസ്ത്രം മാറി 13 നിന്റെ വീട്ടിൽ പാർത്ത് 1 മാസം തന്റെ അപ്പനെയും അമ്മയെയും കുറിച്ച് ദുഃഖിക്കുകയും ചെയ്ത ശേഷം നീ അവളുടെ അടുക്കൽ ചെന്ന് അവൾക്ക് ഭർത്താവായും അവൾ നിനക്ക് ഭാര്യയായും ഇരിക്കണം. നിങ്ങളുടെ ബൈബിളിലുള്ളതാണ്. എന്റെ വകയായി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളുടെ ബൈബിളിൽ പറയപ്പെട്ട യേശുവും യഹോവയും ഒക്കെ ഒന്നു തന്നെയാണ് എന്ന് നിങ്ങളാണ് പറയുന്നത്, നിങ്ങളാണ് പ്രസംഗിക്കുന്നത്. ഇനി ഞാൻ എന്താ പറഞ്ഞത്? കോടാനുകോടി മനുഷ്യരെ കഴുത്തിനു വെട്ടിക്കൊല്ലിച്ച് അവരുടെ ഭാര്യയെയും മക്കളെയും അടിമകളാക്കുന്ന പഞ്ചപാവമാണ് ബൈബിളിൽ കാണുന്ന നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള യേശു. ആവർത്തന പുസ്തകം 20 അധ്യായം 13 നിന്റെ ദൈവമായ യഹോവ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം അതിലുള്ള പുരുഷ പ്രജയെ ഒക്കെയും വാളിന്റെ വായ്ത്തലയാൽ കൊല്ലേണം. 14 എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും നാൽക്കാലികളെയും പട്ടണത്തിലുള്ള സകലത്തെയും അതിലെ കൊള്ളയൊക്കെയും നിനക്കായിട്ട് എടുത്തുകൊള്ളാം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നതായ നിന്റെ ശത്രുക്കളുടെ കൊള്ള നിനക്ക് അനുഭവിക്കാം. എഴുതി വെക്കുകയാണ്. നിങ്ങൾ വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ്. എന്നെ കുറ്റപ്പെടുത്തണോ? ഇനിയും ഞാൻ പറയുന്നുണ്ട്. തന്നെ എതിർക്കുന്നവരുടെ തല വെട്ടുന്നത് തനിക്കൊരു ഹോബിയാണെന്ന് അട്ടഹാസത്തോടെ വിളിച്ചു പറഞ്ഞ ആളാണ് ബൈബിളിൽ കാണുന്ന യേശു. ആവർത്തന പുസ്തകം 32 അധ്യായം 39 ഞാൻ മാത്രമേയുള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവിൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ഇല്ല. 40 ഞാൻ ആകാശത്തേക്ക് കൈയുയർത്തി സത്യം ചെയ്യുന്നത് നിത്യനായിരിക്കുന്ന എന്നാണ്. 41 എന്റെ മിന്നലാം വാൾ ഞാൻ മൂർച്ചയാക്കി എൻ കൈ ന്യായവിധി തുടങ്ങുമ്പോൾ ഞാൻ ശത്രുക്കളിൽ പ്രതികാരം നടത്തും. എന്നെ ദ്വേഷിക്കുന്നവർക്ക് പകരം വീട്ടും. യഹോവയോട് ദേഷ്യം വെക്കുന്നവരോട് ഏത് വിധേനയും പകരം വീട്ടുമെന്ന് പ്രഖ്യാപിക്കുന്നത് ഞാനല്ലല്ലോ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ബൈബിളിലല്ലേ, ആവർത്തന പുസ്തകത്തിലില്ലേ. അപ്പോൾ ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ള ഓരോന്നും കൃത്യമായി നിങ്ങളുടെ ബൈബിളിലുള്ളതാണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. നിങ്ങൾ ഇസ്ലാമിലുള്ള യുദ്ധങ്ങളല്ലേ കണ്ടിട്ടുള്ളൂ? ഇസ്ലാമിലെ അടിമ സമ്പ്രദായമല്ലേ കണ്ടിട്ടുള്ളൂ? ഇസ്ലാമിലുള്ള ചില പ്രതികാര നടപടികളല്ലേ കണ്ടിട്ടുള്ളൂ? നിങ്ങളുടെ പുസ്തകങ്ങളിൽ ഇതൊക്കെയുണ്ട്. നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. യഹോവ തന്നെയാണ് യേശു എന്നും പറയുന്നുണ്ട്. ചില സമയത്ത് യേശുവിനെയും യഹോവയെയും അംഗീകരിക്കും, ചില സമയത്ത് യേശുവിനെ മാത്രം അംഗീകരിക്കും. ഈ നയം ശരിയല്ലല്ലോ സുഹൃത്തുക്കളെ. നിങ്ങൾ ആലോചിക്കണം. ഇതൊന്നും ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതേയല്ല. മാന്യമായിട്ടല്ലേ അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞ ഖണ്ഡനങ്ങൾക്ക് മറുപടി പറയുമെന്ന്. കണ്ണടക്കാം നിങ്ങൾക്ക്. എല്ലാവർക്കും ഇരുട്ടാകുമെന്ന് നിങ്ങൾ കരുതരുത്. ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്തിട്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താം എന്നും അതിലൂടെ നിങ്ങൾക്ക് ചില മുതലെടുപ്പുകൾ നടത്താമെന്നും നിങ്ങൾ ചിന്തിച്ചു പോകരുത്. അല്ലെങ്കിൽ എന്നെ ജയിലിൽ അടച്ചിട്ട് ഇത് പറയുന്നത് മിണ്ടാതെയാക്കാം എന്നും കരുതി പോകരുത്. നിങ്ങൾ ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ പഠിക്കൂ, ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ പഠിക്കൂ. ഇവിടെ ഹാരിസ് മദനി ആവർത്തിച്ച് ചോദിക്കുന്ന കേട്ടോളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ഉദ്ധരിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അത് ഞാൻ യേശുവിലേക്ക് ചേർത്ത് പറയുന്നത് നിങ്ങളുടെ വിശ്വാസപ്രകാരവുമാണ്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് വർഗീയവാദിയാകുക? സാറിന് അനിൽക്കുടിത്തോട്ടമൊക്കെ ദുർവ്യാഖ്യാനം നടത്തി ടെക്സ്റ്റുമായിട്ട് പുലബന്ധമില്ലാത്ത അർത്ഥം കൊടുത്തിട്ട് വലിയ വായിൽ പറയുന്നത് എന്താ, ഞങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ഉദ്ധരിച്ച് അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്കെന്താ ഇത്ര പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഹാരിസ് മദനി യാതൊരു ദുർവ്യാഖ്യാനവുമില്ലാതെ നേർക്ക് നേരെ അർത്ഥം വെച്ചിട്ട്
ഇവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് 4 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കോടതിയിൽ നിന്ന് ഇവർ ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. കോടതി ഇങ്ങോട്ട് പറഞ്ഞു, പോയി കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ കെവിൻ പീറ്റർ പറഞ്ഞു പറ്റൂല, ഹാരിസ് മദനി ഇച്ചൂടെ നടക്കട്ടെ എന്ന്. അപ്പോൾ ഈ സംവാദം എന്ന് പറഞ്ഞ് ഇവർ വരുന്നത് എന്നെ കൂടി ഇതിൽ പെടുത്താനാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എത്ര കൃത്യമായി വ്യക്തമായി പറഞ്ഞ ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ മറുനാടൻ ഷാജൻ ലക്ഷങ്ങൾ കേൾക്കുന്ന രൂപത്തിലിട്ടത്. ഈ പന്ന റാസ്കലിനെ കയ്യാമം വയ്ക്കാനാവില്ലെങ്കിൽ ഇറങ്ങിപ്പോടോ വിജയ. ഇനി ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ ക്രൈസ്തവരായിട്ടുള്ള ഒറ്റ ഒരുത്തന് പോലും യേശു യഹോവ ഒന്നാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും ഗൗരവം ഇവർക്ക് അറിയില്ല എന്ന് കാണാം. ഈ പാസ്റ്റർമാരായിട്ടുള്ള ആളുകൾ യേശു യഹോവ ഒന്നാണെന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് കേട്ടോളൂ. പഴയ നിയമത്തിൽ ഒരു ജനതയെ കാനാൻ ദേശത്തേക്ക് വഴി നടത്തിയ സർവശക്തനായ ദൈവമാണ് താനെന്ന് യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ തെളിയിക്കും. ഒരേ ഒരാളെ സൃഷ്ടിച്ചിട്ടുള്ളൂ, അത് സാക്ഷാൽ യഹോവയായ യേശു ക്രിസ്തുവാണ്. ബൈബിൾ പറയുന്നു യേശു ക്രിസ്തുവാണ് യഹോവ. പഴയ നിയമത്തിൽ വെളിപ്പെടുന്ന അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ വെളിപ്പെടുന്ന നസ്രയനായ യേശു. യേശു യഹോവയാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറയുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ യഹോവ യേശു ആണെന്നുള്ളത് ക്രൈസ്തവരുടെ അടിസ്ഥാനപരമായ അധ്യാപനമാണ്. ആ യഹോവ കൊന്നതൊക്കെ യേശുവിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് മഹാനായ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം നമ്മുടെ മുമ്പിൽ സമ്മതിച്ചും കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി ഒരു സംവാദം നടക്കുമ്പോൾ അത് മെറൈൻ ഡ്രൈവിലോ എവിടെ ആയിക്കോട്ടെ, ഞാൻ നല്ല വെടുപ്പിന് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് വളരെ കഠിനമായ ഭാഷയിൽ, നിങ്ങൾ ഞങ്ങളോട് പറയുന്ന അതേ ഭാഷയിൽ, പ്രവാചകനെതിരെ നിങ്ങൾ ഉപയോഗിച്ച അതേ പദങ്ങൾ ഉപയോഗിച്ച് അതേ തീവ്രമായ ലൈനിൽ ഞാൻ ഉപയോഗിച്ചാൽ അവിടെ പ്രശ്നമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ ക്രൈസ്തവരായിട്ടുള്ള ഈ കൊടിത്തോട്ടത്തിൻ്റെ കീഴിലൊക്കെയുള്ള ക്രിസംഗികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം ക്രിസ്ത്യൻ സ്പർദ്ധ ഉണ്ടാക്കി അത് സംഘപരിവാറിന് അനുകൂലമാക്കി കൊടുക്കുക എന്നൊരു നയമുള്ളത് കൊണ്ട് തന്നെ അവരിങ്ങനെ ഒരു പരിപാടി നടക്കാൻ വേണ്ടി വളരെ വ്യഗ്രത കൂട്ടുമെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരുമായും മറ്റുള്ളവരുമായും നല്ലൊരു ബന്ധം നാളിതുവരെ കാത്തു സൂക്ഷിച്ചതുപോലെ തുടർന്നും കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയാൽ സ്വാഭാവികമായിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി പോലും എന്നെ പിന്തുണയ്ക്കില്ലെന്ന് മാത്രമല്ല, ഒരു പക്ഷേ എനിക്കെതിരായിട്ട് ആദ്യമായിട്ട് കേസ് കൊടുക്കുക മുസ്ലിം ഭാഗത്തു നിന്ന് തന്നെ ആയിരിക്കും. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സംവാദത്തിലേക്ക് ഓടി വരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മണ്ടത്തരം അനുസരിച്ചുകൊണ്ട് വിമർശനം നടത്തുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ശൈലിയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക്കായിട്ട് പഠിച്ച് ഈ ബഹുഭാരിത്വമായാലും കോൺകുബൈൻ ആയാലും ആ കാലഘട്ടത്തെയും അത് എന്തൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളത് കൃത്യമായി പഠിച്ച് അത് ബൈബിളിലുള്ള മോശയായാലും ദാവീദിനെ ആയാലും അത് യാക്കോബിനെ ആയാലും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയാലും ഒരുമിച്ച് ന്യായീകരിച്ചുകൊണ്ട് ഈ തെറ്റായ വിമർശകർ പറയുന്ന ശൈലി തെറ്റാണെന്ന് പറയുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. എന്നാൽ ഈ ഒരു സംവാദം എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് വളരെ ഒരു ഷോർട്ട് ടൈമിൽ നമ്മൾ ഒരു ടിക് ടാക്ക് ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യുമ്പോൾ ഈ വിശദീകരണത്തിനോ അല്ലെങ്കിൽ ഡെപ്തിലൊരു അവതരണത്തിനോ അതിൻ്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളോ ഒന്ന് വിശദീകരിക്കാനുള്ള അവസരം കിട്ടില്ല. ഇങ്ങോട്ട് അവർ കൂരമ്പുകളാണ് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് ഞാൻ അതിനേക്കാട്ടിലും ശക്തമായ കാര്യങ്ങൾ തിരിച്ചടിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും അതൊരു മതസ്പർദ്ധയിലേക്കും ഒരു സാമൂഹ്യ അന്തരീക്ഷം കലക്കുന്നതിലേക്കും വരും. അത് ഈ ക്രിസംഗികളായിട്ടുള്ള ആളുകൾക്ക് അവർ ഇച്ഛിച്ച ഒരു കാര്യമാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരിക്കുന്നത് വരെ ഞാൻ നടത്തുന്ന എൻ്റെ പ്രസംഗങ്ങൾ വഴിയോ എൻ്റെ സംസാരങ്ങൾ വഴിയോ ബൈബിളിലെ ദൈവത്തെയോ ബൈബിളിലെ പ്രവാചകന്മാരെയോ മഹാനായ യേശു ക്രിസ്തുവിനെയോ അല്ലെങ്കിൽ അവരിനിയും അംഗീകരിക്കുകയും ഞാൻ വിയോജിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടാണെങ്കിലും ശരി മോശമായ പദങ്ങൾ ഉപയോഗിക്കാനോ അവരുമായി മാനസികമായി അവരെ വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ നാവിൽ നിന്ന് വരരുത് എന്ന് വളരെ നിർബന്ധ ബുദ്ധിയുള്ള ആളാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നെറുകേടിൻ്റെയും ചതിയുടെയും വെറുപ്പിൻ്റെയും വക്താക്കളായിട്ടുള്ള ക്രിസംഗികളായിട്ടുള്ള മുസ്ലിം വിരുദ്ധരായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ഈ ആളുകളുടെ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും നല്ല ശൈലി ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ വഴിയിലേക്ക് പോയി മോശമായി അവരെ പോലെ ആകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇനിയും ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈ വിഷയത്തിലൊരു സംവാദം വേണമെന്ന് ആഗ്രഹിച്ചാൽ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ KCBC പോലെയുള്ള സംവിധാനങ്ങൾ അതിന് അപ്രൂവൽ നൽകി വന്നാൽ ആ സമയത്ത് ഈ സംവാദ വിഷയങ്ങളൊക്കെ നമുക്ക് പരിഗണിക്കാമെന്ന് വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളെയൊക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.